ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ വിടാമുയർച്ചയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അജിത് കുമാർ പുള്ളി അവിടെ ദുബായിൽ റേസിംഗ് ഒക്കെ ചെയ്ത്, പുള്ളി ദുബായിൽ മാത്രമല്ല, പുള്ളി ഇങ്ങനെ റേസിങ്ങിന് കുറച്ച് നാളത്തേക്ക് ഇനി എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ. എന്തിനാണെങ്കിലും പുള്ളിക്ക് 3rd പ്രൈസ് എന്തോ കിട്ടിയാണ് ദുബായിലെ റേസിംഗിൽ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. പുള്ളിയുടെ പടം ഈ മാസം ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. എന്തോ മറ്റേത് പാരമൗണ്ടും ഇത്, അതായത് ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ റീമേക്കാണ് ഈ പടം. ഞാൻ ആ പടം കണ്ടിട്ടില്ല കേട്ടോ. ഏതോ ഒരു പഴയ പടമാണ്, പഴയ ഒരു ആക്ഷൻ പടം. അപ്പോൾ ആ സിനിമക്കാരന്മാർ പണി കൊടുത്ത് ഏവനോ ഞോണ്ടി കൊടുത്തതാണ് പാരമൗണ്ടിന്, അല്ലെങ്കിൽ പാരമൗണ്ടൊക്കെ അവിടെ അറിയാം. അപ്പോൾ എന്തിനാണെങ്കിലും അവന്മാർ കേസ് നടത്തി. എനിക്ക് തോന്നുന്നു സിനിമ സെറ്റായി എന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത റിലീസ് ഡേറ്റ് എപ്പോഴാണെന്ന് നമുക്ക് കാണാം. ലൈക്ക പ്രൊഡക്ഷൻസ് കാറുകൾ സ്കിഡ് ചെയ്യുന്നു. പോലീസ് ഒരാൾ ഓടുന്നു മരുഭൂമി കൂടെ. അജിത് കുമാർ. ഓ എന്നാ ലുക്കാടേ. ഓ ബൈ ദ വേ പുള്ളി ഭയങ്കരമായിട്ട് ഫിറ്റായി. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഭയങ്കരമായിട്ട് ഫിറ്റായി. എനിക്ക് വേണമെങ്കിൽ റേസ് ചെയ്യുന്ന സമയത്തെ ഭയങ്കരമായിട്ട് എല്ലാവരും പറയണേക്കാം, റേസിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറയും. അത് ചിലവർ പറയണേക്കാം. അവർക്ക് ഭയങ്കര ഹൈ കാലറി ഇതാണ്, ഡയറ്റാണ്. അവരെ കല്യാണം, ഹണിമൂൺ, ദാറ്റ്സ് ഡെസ്റ്റിനി, അങ്ങനെ കുറേ വർഷം കഴിയുകയാണ് ഗൈസ്. അങ്ങനെ അവർ ഒരു മെച്വർ കപ്പിളായി മാറിയിരിക്കുകയാണ്. എന്നാ ലുക്കാണ് മനുഷ്യൻ. ഓ വാവ്, ദാറ്റ് ഇസ് നൈസ്. നമ്മളും ആ ജനറേഷനാണ്. നമുക്ക് എന്തെങ്കിലും സംഭവം പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സാധനം ശരിയാക്കാൻ നോക്കും. പണ്ട് കമ്പ്യൂട്ടർ ശരിയാക്കാൻ നോക്കും, ഹൈഫൈ സിസ്റ്റം ശരിയാക്കാൻ നോക്കും. ഇപ്പം അതില്ല. ഇപ്പോൾ നമ്മൾ ചീത്തയായി കഴിഞ്ഞാൽ കാശ് കൂടുതലാണ് അത് റിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ വേറെ മേടിക്കും. ആക്ഷൻ കിങ് അസർബൈജാൻ അല്ലേ? கொஞ்ச நேரமாவே பிரச்சனை பண்ணிட்டு இருக்காங்க. அந்த மாதிரி பொம்பளைங்க வாழவே கூடாது. இதை ஸ்கெட்ச் போட்டு கொடுத்ததே போலீஸ் தான் சார். അസർബൈജാനിൽ എന്തൊക്കെയോ ശോക പരിപാടികൾ. ഓ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഫൈറ്റ് ചെയ്യണല്ലോ. അനിരുദ്ധ് നല്ല ടോൺ. ഓ മൊത്തം ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഒക്കെയാണ് കേട്ടോ പടം. അടി. ഓ നൈസ് 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 നൈസ്. എന്നടേ റിലീസ്? ഫെബ്രുവരി 6 ഓ ഫെബ്രുവരി ആക്കിയടേ. ഈ മാസം ഇറങ്ങുമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. ഈ പടം ഇറങ്ങിയത് കൊണ്ട് മറ്റേ പടം ഭയങ്കരമായിട്ട് ഹിറ്റായിടെ. മറ്റേ വിശാലിൻ്റെ സിനിമയില്ലേ? അപ്പോൾ സിനിമയിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഫൈറ്റ് സീക്വൻസസ് ആണ്. അതായത് ഈ എന്താ പറയുക, മറ്റേ ഇടിച്ചിട്ട് പറകണ പരിപാടിയൊന്നുമില്ല. മൊത്തം മറ്റേ ക്രാവ് മാഗ, മറ്റേ സെൽഫ് ഡിഫെൻസ് കണ്ടിട്ടില്ല, ഇങ്ങനെ കൈ തട്ടിയിട്ട് ഇടിക്കണം ആ സാധനം. നമ്മുടെ വില്ലൻ സിനിമയിൽ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആര് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് കുറേ പേരുണ്ട്, കുറേ പടത്തിലുണ്ട്. കുറച്ച് ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ഫൈറ്റാണ്. ഈക്വലൈസർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതിലൊക്കെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റാണ്. അപ്പോൾ ഇത് മെയിൻലി അങ്ങനത്തെ ഒരു ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഉള്ളൊരു പടമാണ്. അതായത് കുറച്ച് റിയാലിറ്റിയിൽ നിന്നിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റേത് നമ്മൾ അജിത്തിൻ്റെ പടമൊക്കെ അറിയാമല്ലോ, മറ്റേ ഇങ്ങനെ അടിച്ചിട്ട് കടവുള്ള പോലെ അതാണ്. ഇതല്ല. ലുക്സ് വെരി നൈസ്. ഞാൻ പറയാം, ഏതൊരു ഇംഗ്ലീഷ് സിനിമയുടെ റീമേക്കാണ്. ആ ഇംഗ്ലീഷ് സിനിമയുടെ പേരൊന്നും ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് നിങ്ങളെല്ലാം കൂടെ ഓടിപ്പടച്ചു ആ പടം കാണും, എന്നിട്ട് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യും. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യാൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല. ഞാനും അത് കേട്ടിട്ട് ഞാൻ വിചാരിച്ച് കാണണ്ടാന്ന്. ബിക്കോസ്
ഇത് കാണാം, നല്ല ഫ്രഷ് ആയിട്ട് നല്ല സെറ്റ് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ലേറ്റസ്റ്റ് ഫൈറ്റ് സാധനമൊക്കെ വെച്ച് കാണാമല്ലേ. വിൽ വാച്ച് ദിസ് മാൻ. ഹൈവേ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈവേ അല്ലേ നമ്മുടെ പഴയ ഹൈവേ, ജയരാജിൻ്റെ ഹൈവേ, അതുപോലത്തെ ഒരു ഫീലുണ്ട്. എന്തൊക്കെയോ ആൾക്കാർ അസർബൈജാൻ അവിടുത്തെ ചൊറിയന്മാർ അങ്ങനെ തൃശ്ശയെ കിഡ്നാപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിന് പക വീട്ടാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തിനാണെങ്കിലും ഫെബ്രുവരി 6 പടം ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഈ മാസം ഇറങ്ങേണ്ട പടമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ബൈ.